സംസ്ഥാന കലോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് കൊല്ലത്ത് വെച്ച് നടക്കുന്ന ആ പരിപാടിയിൽ കണ്ണൂർ കപ്പടിച്ചു. കണ്ണൂർ സ്ക്വാഡിനാണ് കപ്പടിച്ചത്. അപ്പൊ മമ്മൂട്ടി വരുമോ, മമ്മൂട്ടി വരില്ലേ, മമ്മൂട്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മമ്മൂട്ടി വന്നു. ഓക്കെ, ഞാൻ ഇതിന്റെ ഫോട്ടോ കണ്ടപ്പോ ശരിക്കും ഞാൻ വിചാരിച്ചത് പഴയ ഫോട്ടോ ആണെന്ന്. കാരണം മമ്മൂട്ടി അത്രയും പഴയ ലുക്ക്. അതെ, പണ്ടൊരു അക്കോഡില് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കറുത്ത അക്കോഡിലാണ്, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല, മമ്മൂട്ടി ഒരു കറുത്ത അക്കോഡിലാണ് ഇതിനു മുമ്പ് മറ്റേ ഇങ്ങനെ പ്രോഗ്രാമിന് വന്നിട്ടുള്ളത്. കലോത്സവത്തിന്. ഞാൻ ശരിക്കും വിചാരിച്ചത് പഴയ ഫോട്ടോ ആണെന്ന് വിചാരിച്ചതേ, പിന്നെ പുതിയ ഫോട്ടോ ആണെന്ന്. അതെ, അപ്പൊ ആ കറുത്ത അക്കോഡിൽ വന്നപ്പോ ഉണ്ടായിരുന്ന സെയിം ലുക്കാണ് മൂപ്പർക്ക് ഇപ്പോഴും ഉള്ളത് കേട്ടോ. എന്താണെങ്കിലും മൂപ്പര് വന്നു, ഒരു 7 മിനിറ്റും ചില്ലറയും പ്രസംഗിച്ചു. കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു വേഷത്തിൽ തന്നെയാണ് മൂപ്പര് വന്നത് തോന്നുന്നു. കാരണം 24 ന്യൂസിൽ മമ്മൂക്ക ഏത് വേഷത്തിൽ വരണമെന്ന് കുട്ടികളോട് ചോദിച്ച സമയത്ത് ഷർട്ടും മുണ്ടും എടുത്തിട്ട്, വെള്ള ഷർട്ടും മുണ്ടും എടുത്ത് വരണം. സോ അത്രയും അപ്ഡേറ്റഡ് ആണ് മമ്മൂക്ക ആള്. എന്താണെങ്കിലും മമ്മൂക്ക അങ്ങനെ വെള്ള ഷർട്ടും ഇതൊക്കെ എടുത്തിട്ട് വന്നു, സ്റ്റേജിലെത്തി. മമ്മൂക്ക പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞ പോലെ 7 മിനിറ്റും ചില്ലറയാണെങ്കിൽ ഏറെ പോയത് മോഹൻലാലും ലാലേട്ടനും പോയി, മമ്മൂക്കയും പോയി. അതാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായത്. ക്രൗഡ് ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. അസാധ്യ ക്രൗഡാണ്, ഭയങ്കര ക്രൗഡ്, ഒരു രക്ഷയില്ല. മമ്മൂക്കാരൻ കാണാൻ ക്രൗഡ്, ഒരുമാതിരി ക്രൗഡ്. അപ്പൊ മമ്മൂക്ക പ്രസംഗിച്ചത് നമുക്കാണ് നോക്കാം. സ്നേഹയ്ക്ക് ഒന്നും അറിയില്ല, ഞാൻ സ്നേഹനെ വിളിച്ചു വരുത്തിയിട്ട് അതിനെ നമുക്ക് സംഗതി ഒന്നും അറിയില്ല. ഫ്രഷ് ആയിട്ട് ഒരാളെ കിട്ടണം. ഇത് കേട്ട് ഫ്രഷ് ആണ് സ്നേഹ, ഇത് കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഫ്രഷ് ആയിട്ടാണ് എല്ലാവരും കുറ്റം പറയൂ, നീ ഒന്നും കേൾക്കാതെ അല്ലല്ല, ഇതിനങ്ങനെ വേണ്ട, ഇതിനങ്ങനെ ആദ്യമായിട്ട് ഒരാളെ കേൾക്കുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത് ഇതാണ്. അപ്പൊ മമ്മൂക്കാന്റെ ഞാൻ കണ്ടുകൊണ്ട് ആകെ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ 7 മിനിറ്റ് പ്രസംഗം ഞാൻ ഇങ്ങനെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സീക്വൻഷ്യൽ ആയിട്ട് എനിക്കത് മനസ്സിലാവും. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ്. അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പ്രിയപ്പെട്ടവര്, ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന ഉത്സവമാണ്. എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു. മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആൾ. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാവാണെന്നുള്ളതാണ്. പക്ഷേ അത് കാഴ്ചയിലേ ഉള്ളൂ കേട്ടോ, വയസ്സ് 10-90 ഇതാണ് മൂപ്പര് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് കണ്ടിട്ട് മമ്മൂക്കാരെ വലിയ മാറ്റമൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. മമ്മൂക്ക 10-90 എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇതിപ്പോ ഒരു വ്യത്യാസം തോന്നണ്ടേ? തോന്നിയല്ലോ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, രക്ഷയില്ല. ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. മമ്മൂട്ടി എന്തുടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരികയെന്ന്. അപ്പം ഞാൻ ഏതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റുമൊക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ, നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. അതായത് എങ്ങനെയാണോ ആളുകളെ കയ്യിലെടുക്കണ്ടേ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് ഇതിന്റെ മുമ്പ് ഞാൻ കണ്ടു ഈ സ്റ്റേജിൽ പ്രസംഗിച്ച പലരും PR ടീമൊക്കെ എഴുതി കൊടുത്തത് തോന്നുന്നു, നോക്കണു വായിക്കണം, ആ സ്കീമിലാണ് പോയത്. മമ്മൂക്കാക്ക് ആ സാധനമൊന്നുമില്ല. മൂപ്പര് സ്പോട്ടിൽ മൂപ്പര് മനസ്സിൽ എത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ, മനസ്സിനകത്ത് അങ്ങേർക്ക് എത്ര അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മൂപ്പരത് നോട്ട് ചെയ്ത് വെച്ചാണ് പറയുന്നുണ്ട്. കൃത്യം സ്ക്രിപ്റ്റ് വായിക്കണ പോലെ ഒന്നുമല്ല, ഫ്ലോയില് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ആവശ്യപ്പെട്ട പോലെ തന്നെ ആ ഡ്രസ്സിങ്ങിൽ വന്നു. പക്ഷേ ഈ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണം എൻ്റെ വാക്കുകൾ കൊണ്ട്. 2, മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട്. ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കൺസേൺ തന്നെയാണ് അല്ലേ? എല്ലാവരും ചിലപ്പോൾ അങ്ങനെ
വിചാരിച്ചു എന്ന് വരില്ല, ഇനി വിചാരിച്ചാൽ പോലും പറഞ്ഞു എന്ന് വരില്ല. മൈക്ക് കിട്ടിക്കഴിഞ്ഞാണ് മണിക്കൂറോളം ചാമ്പി വിടാന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. അപ്പൊ അവിടെയും നമുക്ക് കൃത്യമായിട്ട് നിങ്ങളാണ് കൺസേൺ. അതെ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ജനക്കൂട്ടം എവിടെ ഓടും, അത് പ്രശ്നമാവും, തിക്കും തള്ളവും ആളുകൾക്ക് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് സാധനം വരാൻ പോണത് കേട്ടോ. ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക്. ഇവിടെ ക്ഷേത്രകലകളുണ്ട്, മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്, കൈകൊട്ട് മത്സരമുണ്ട്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ, ഒരു സമ്മേളനം, ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം. നമ്മൾ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ, ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ്, കൂടെയുള്ളവരാരാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സഹപാഠിയാണ്, നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. മമ്മൂക്ക പറഞ്ഞു വെക്കുന്നത് ജാതി മതം അതൊന്നും നോക്കിയിട്ട് അല്ലെങ്കിൽ നോക്കിയോ അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ കുട്ടികളെ കലോത്സവം എന്ന് പറഞ്ഞ ഒരു വേദി പഠിപ്പിക്കുന്നത്, ഒന്ന് സ്പോർട്സ്മാൻ സ്പിരിറ്റ്, രണ്ട് ഈ പറഞ്ഞ കൂട്ടായ പ്രയത്നം, പ്ലസ് ജാതി മതം ഇതൊന്നും നോക്കാതെ എല്ലാവരും എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള വലിയൊരു മെസ്സേജ് ഇതൊക്കെ മമ്മൂക്ക പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല. ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകളുണ്ടാകാം. അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത്. എന്തെങ്കിലും പ്രശ്നമൊക്കെ തോന്നി? എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല, ഒന്നും തോന്നിയിട്ടില്ല. മൂപ്പര് പറഞ്ഞത് എന്താ വെച്ചാൽ സിഗരറ്റ് വലിക്കുമ്പോഴും നീ ഹിന്ദു ആണോ മുസ്ലിം ആണോ അല്ലെങ്കിൽ മറ്റേതാണോ മറിച്ചാണോ നോക്കിയിട്ടുള്ള സിഗരറ്റ് വലിച്ചിട്ട് ഞാൻ ക്ലാസ് റൂമിൽ എത്തുമ്പോൾ എനിക്ക് അവസാനത്തെ പുക കിട്ടും. അപ്പൊ അതൊന്നും നോക്കാതെയാണ് ഞാൻ ക്ലാസ്സിലേക്ക് കയറുക. പക്ഷെ ഇതില് ഓപ്പോസിറ്റ് ആൾക്കാർ ചിന്തിക്കും. ലാസ്റ്റ് ക്ലിപ്പും കൂടി പ്ലേ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് വരാം. ഈ കൊല്ലത്ത് ഇത്ര ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിന് സംഘാടകരോടും ഇത്രയേറെ സഹകരണത്തോടെ ഇത്രയുടെ ആവേശത്തോടു കൂടി ഇതിൻ്റെ പരിസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നന്ദി പറയേണ്ടതുണ്ട്. കാരണം കൊല്ലംകാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂറുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലംകാരെ എല്ലാവരെയും കൂടെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം, അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്തില്ല. അത് തന്നെ ഈ കൊല്ലംകാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ആകുന്നത്. ഈ മനസ്സാണ് നമ്മുടെ കേരളം, ഇതാണ് നമ്മൾ മലയാളികൾ, ഇതാണ് നമ്മൾ കേരളീയർ. ഇതെന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൊല്ലംകാർക്ക് വീണ്ടും, കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ്. കൊല്ലത്തില്ലാത്തതൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി. ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഈ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടം തന്നെയാണ്. കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ്. നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ്, നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ്. ഓക്കെ, മമ്മൂക്ക കൊല്ലത്തിനെ കുറിച്ച് പറഞ്ഞതും കൂടി കേൾക്കണം, എന്നിട്ട് നമുക്ക് സിഗരറ്റിലേക്ക് പോവാം. കൊല്ലത്തിനെതിരെ ഭയങ്കരമായ ട്രോള്, കൊല്ലത്ത് ഭയങ്കരമായ അക്രമം. സ്നേഹന്റെ ഒരു വട്ടം എന്നോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്ത് അങ്ങനെയാണോ ഈ പറഞ്ഞിട്ട്. കാരണം നമ്മൾ എല്ലാ കേസിലും വരുമ്പോഴും കൊല്ലം എന്നുള്ള സാധനം മുന്നിൽ വരും. പക്ഷേ മമ്മൂക്ക കൃത്യമായി ആ സ്ഥലത്ത് ചെന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവിടെ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോ പലരും ഒന്നും പറയാതെ പോരും. അപ്പൊ അവിടെയും ഒരു സ്റ്റാൻഡ് എടുത്ത് ഇതൊന്നും മാറ്റർ അല്ലേ,
മാറ്റർ മമ്മൂക്ക കോളേജിൽ ചെന്നപ്പോ സിഗരറ്റ് വലിച്ച് ഗേറ്റിന്റെ അവിടുന്ന് സിഗരറ്റ് കത്തിച്ച് മമ്മൂക്കാണ്ട് നടന്നു. സി മമ്മൂക്ക പറയുന്നത് മമ്മൂക്ക ആ കാലഘട്ടത്തിൽ മമ്മൂക്കേന്റെ കാലഘട്ടത്തിൽ അങ്ങേര് ചെയ്ത പരിപാടിയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ആ കാലഘട്ടത്തില് സിഗരറ്റ് വലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതായത് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാര് പൈസക്കാര്, വലിയ സംഭവമാണ്, ഗുണ്ടകളാണ്, പെണ്ണുങ്ങൾ നോക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒരു ചിന്ത ഉള്ള ആൾക്കാർ എന്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ അതൊക്കെ പോട്ടെ, മമ്മൂക്ക ഇവിടെ പറഞ്ഞ എന്താ, ജാതി മതം ഭേദ്യം എന്നെ ആർക്കാര് വലിക്കുന്നു കൊടുക്കുന്നു നോക്കാതെ അവിടെ സിഗരറ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് കുട്ടികളുടെ മുന്നിൽ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, മോശമാവാം. അത് രണ്ട് രീതിയിലും ചിന്തിക്കാം അവിടെ. കാരണം വേറെ കേസ് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞുതരാം. ഇനിയിപ്പോ ഒരു മോഹൻലാൽ പറഞ്ഞാലോ, ഒരു മമ്മൂട്ടി പറഞ്ഞാലോ, ഒരു ഷാറൂഖ് ഖാൻ പറഞ്ഞാലോ, സൽമാൻ ഖാൻ പറഞ്ഞാലോ, ഇനി ആര് പറഞ്ഞാലും സ്വന്തം അച്ഛനമ്മ പറഞ്ഞാൽ വരെ ഇപ്പൊ വളരുന്ന മക്കൾക്ക് അറിയാം സിഗരറ്റ് കള്ള് സാധനങ്ങളൊക്കെ ദോഷമാണ്. ഇല്ലേ? അറിയുമല്ലേ? എല്ലാ മക്കൾക്കും അറിയും. വഴി തെറ്റാണല്ലോ വഴി തെറ്റും. സിഗരറ്റ് വലിക്കാൻ താല്പര്യമുള്ളവൻ വലിക്കുക ചെയ്യും, വലിക്കണ്ടെന്നുള്ളവൻ വലിക്കില്ല. ഈ കാലഘട്ടം എല്ലാ കാലഘട്ടം അല്ല, ഈ കാലത്തിന് കുറച്ചും അധികമാണ്. കാരണം സോഷ്യൽ മീഡിയ വഴി ഇതിന്റെ ഭവിഷ്യത്തുകളും ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി ഹെൽത്ത് കൺസേൺ, കുറച്ചും കൂടി ഹെൽത്ത് ഒക്കെ നോക്കുന്ന ജനറേഷൻ ആണ് ഇപ്പോ. അല്ലാതെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു മമ്മൂട്ടി വന്നിട്ട് ഞാൻ പണ്ട് സിഗരറ്റ് വലിച്ചു പോയിരുന്ന സമയത്ത് ഞാൻ നോക്കിയില്ല, അപ്പൊ സിഗരറ്റ് എന്നാ പിന്നെ ഞാൻ മമ്മൂക്ക് വലിച്ചു, ഞാൻ മമ്മൂട്ടി വലിച്ചു പറഞ്ഞു ഞാനും വലിക്കുന്ന നടക്കണം. എത്ര ബോധമില്ലാത്തവന്മാരുണ്ടാവും. അതും പണ്ട് അവൈലബിലിറ്റി ഇല്ലാത്ത സാധനമായിരുന്നു സിഗരറ്റ് എന്ന് പറഞ്ഞ സാധനം. അത്രയും റെയർ ആയിട്ട് കിട്ടുന്ന സാധനം ഇപ്പൊ സുഖമായിട്ട് കിട്ടുന്ന സാധനമാണ്. അത് വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അത് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ലക്ഷൂറിയസ് ഐറ്റം ആണ് അവിടുത്തെ. ഈ കുട്ടികളുടെ മുന്നിൽ ഈ സിഗരറ്റ് ഒരു എക്സാമ്പിൾ ആക്കി പറഞ്ഞത്, അത് വേണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് അപ്പോഴത്തെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊരു പ്രിപ്പയർഡ് PR സ്പീച്ച് അല്ല. മമ്മൂട്ടിന്റെ ഒരു പ്രിപ്പയർഡ് PR സ്പീച്ച് അല്ല. മമ്മൂട്ടി ആ പറഞ്ഞ ഫ്ലോയില് പറഞ്ഞിട്ട് പോയൊരു സംഗതിയാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും സംഗതി ഒക്കെ വേണം. നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം വേണം. മമ്മൂട്ടി ഇതിനു മുമ്പ് കരിപ്പെട്ടി, പിന്നെ മുടീന്റെ പ്രശ്നം, അതൊക്കെ പറയുമ്പോൾ അവിടെ ഓക്കെ, അത് നമുക്ക് ഒന്നും കൂടിയും ഓക്കെ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഈ സംഗതി കുറച്ച് പ്രശ്നമാണ് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞാൻ അങ്ങനെ തന്നെ വിമർശിച്ചാണ് വീഡിയോ ഇടുന്നത്. പക്ഷേ സിഗരറ്റിന്റെ കേസ് ഇങ്ങേര് പറഞ്ഞത്, അങ്ങേരെ കാലഘട്ടത്തിൽ സിഗരറ്റ് വലിച്ച് അങ്ങേര് പോയ വഴിക്ക് അത് ആരൊക്കെ കൊണ്ടുപോയി, അവിടെ ജാതി മതത്തിൽ ഏതൊക്കെ ആളുകൾ കൊണ്ടുപോയി എന്ന് അറിയില്ല. അന്നത്തെ പോലെ തന്നെ ഇന്നും കോളേജിലും സ്കൂളിലുള്ള കുട്ടികൾക്ക് ഈ ജാതി മതം എന്നുള്ളതൊരു പ്രശ്നമല്ല, അതിലേക്കാണ് കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മള് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുമ്പോ മറ്റേ ഹിന്ദു കഴിക്കണ്ടോ, ക്രിസ്ത്യൻ കഴിക്കണ്ടോ, മുസ്ലിം കഴിക്കണ്ടോ വെച്ച് നോക്കണ്ടോ, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക. കോളേജ് പഠന കാലത്ത് സിഗരറ്റ് കത്തിച്ച ക്ലാസ്സിൽ എത്തുമ്പോഴേ എനിക്ക് പോകട്ടെ, അതുവരെ ആരൊക്കെ കത്തിച്ചു എന്ന് എനിക്കറിയില്ല. ഓക്കെ, താങ്ക്സ്. അപ്ഡേഷന്റെ പര്യായ, അതായത് കളിയാക്കാണ്. കളിയാക്കാൻ മാത്രമൊന്നുമില്ല. അപ്പത്തെ സ്പോട്ടില് മമ്മൂട്ടി പറയുമ്പോ തന്നെ ഉണ്ടല്ലോ തപ്പിത്തടലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഫ്ലോ കിട്ടാഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് എന്താ പറയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിൽക്ക് നിന്ന് കത്തിച്ച ക്ലാസ്സിൽ എത്തുമ്പോൾ 10 മണിക്കിന്റെ അവസരം പോയിട്ട് അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചെന്ന് എനിക്കറിയില്ല. കൊച്ചു കുട്ടികളുടെ മുന്നിൽ വരെ ഇത്ര വിവേകമില്ലാത്ത മോട്ടിവേഷനും ഇൻസ്പിറേഷനും നൽകാനാണോ തന്നെ ഇങ്ങോട്ട് വിളിച്ചത്? കരിപ്പെട്ടി, മുടി, പൊക്കം, സ്റ്റാമ്പ് എന്നീ ട്രെൻഡുകൾക്ക് ശേഷം ഞങ്ങൾ അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു സിഗരറ്റ്. അപ്പൊ കുട്ടികളെ ഗേറ്റിൽ നിന്ന് കത്തിച്ച ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് വലിച്ചു തീർക്കുക. പഫ് ഷെയർ ചെയ്യുന്നതിന്റെ ആളും തരുമെന്ന് നോക്കേണ്ടതില്ല. ഗ്രേറ്റ് അഡ്വൈസ്. ഇങ്ങനെ കുറെ ട്രോളുകൾ നമുക്ക് സ്വർണ്ണ ലിപികളിൽ എഴുതാം മമ്മൂട്ടിയുടെ ഡയലോഗ് എന്ന് പറഞ്ഞിട്ട്. ചേട്ടാ, ഞാൻ ഗേറ്റ് വരെ വലിച്ചു കൊണ്ടുവന്ന സിഗരറ്റ് ആര് കൊണ്ടുപോയി? എന്നാ മുഹമ്മദ് കുട്ടി നിന്റെ സിഗരറ്റ്, ഒരു പുകയെങ്കിൽ ഒരു പുക കിട്ടിയല്ലോ. ഇനിയാണ് ലാലേട്ടന്റെ വരവ്. ലാലേട്ടന് ട്രോളാൻ പോകുന്നത്. തന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ പുകവലി നിർത്തി സ്റ്റേജിലിരുന്ന് ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ സിഗരറ്റ് വലിച്ചിരുന്നെന്ന് വീമ്പിളി കേൾക്കുകയല്ല, ചങ്കുറപ്പോടെ പ്രവർത്തിച്ച് കാണിക്കുന്ന ഏട്ടനാണ് ഞങ്ങളുടെ പ്രചോദനം. വായിക്കണോ? മമ്മൂട്ടിയും സിഗരറ്റുമാണല്ലോ ഇന്നത്തെ വിഷയം. മമ്മൂട്ടി സ്കൂൾ കലോത്സവ ചടങ്ങിൽ പ്രസംഗിച്ചത് മുഴുവൻ കേട്ടു. അതിൽ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച കാര്യം കുട്ടികളോട് സിഗരറ്റ് വലിച്ചതും മറ്റും സംസാരിച്ചത് മാത്രമല്ല, അതിനിടയിൽ ഒരു സെന്റൻസ്, വേണമെങ്കിൽ വിവേചനം തോന്നാവുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അന്നത് ആരും കാണിച്ചിട്ടില്ല, അന്നത്തെ തലമുറയും കാണിക്കുന്നില്ല. ഇതായിരുന്നു മമ്മൂട്ടിയുടെ പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം. വിവേചനത്തിനെതിരെ സിഗരറ്റ് വലിയുമായി ബന്ധപ്പെടുത്തി കുട്ടികളോട് പറഞ്ഞതിനേക്കാൾ വിഷം എനിക്ക് ഈ വാക്കുകളിൽ പ്രതിഫലിച്ചതായി തോന്നി. വിവേചനം തോന്നാവുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് മമ്മൂട്ടി പറഞ്ഞു വയ്ക്കുന്നത്.
അവരോടൊന്നും വിവേചനം കാണിച്ചിട്ടുമില്ല എന്നതാണ് പുള്ളി പറഞ്ഞതിലെ സാരാംശം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, വിവേചനം തോന്നാവുന്ന തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞത് ആരെയാണ്? നിറത്തിന്റെ, ജാതിയുടെ, അങ്ങനെ ഏതിൻ്റെ ആയാലും ഉള്ളിൽ അത് കൊണ്ട് നടക്കുന്ന ഒരാളിൽ നിന്ന് പുറത്തേക്ക് തേട്ടി വന്ന വാക്കുകളായി ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയൂ. ഞാനൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളോടാണ് കൂട്ടുകൂടുന്നത്, അതുകൊണ്ട് എനിക്ക് ജാതി വിവേചനമില്ല എന്നൊരു വ്യക്തി വീമ്പ് പറഞ്ഞാൽ അത് അയാളുടെ ക്വാളിറ്റി ആകുമോ, അത് ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്നതായി കരുതണോ? മമ്മൂട്ടി പറഞ്ഞതും ഈ വീമ്പ് പറച്ചിലും ഒരുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ളവർക്ക് എങ്ങനെയെന്നറിയില്ല. ഒരു വശത്ത് കാതലും പുഴുവും ഒക്കെ ചെയ്ത് മമ്മൂട്ടി എന്ന നടൻ മാതൃക ആകുമ്പോൾ ഇദ്ദേഹത്തിന്റെ പൊതുസ്ഥലത്തെ ഇത്തരം വാക്കുകൾ തീർത്തും നിരാശാജനകമാണ്. സിനിമയിലെ ഉത്തമ പുരുഷനെ കണ്ട് കൈയടിക്കുന്നത് പോലെ ഒരുപാട് കുട്ടികൾ അവിടെ ഇരുന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. ഈ വാക്കുകൾക്ക് അവർ ഭാവിയിൽ പറയാൻ ഇടവരാതെ ഇരിക്കട്ടെ. നീ ഇന്ന ജാതി മതം നിറമായിരുന്നിട്ടും നിന്നെ നമ്മുടെ കൂടെ കൂട്ടിയത് നമ്മുടെ വലിയ മനസ്സെന്ന്. ഇത് ജാതി മതം ഒന്നും പറയാനില്ല. ജാതി സ്കീമിലേക്കും നിറം സ്കീമിലേക്കും കൊണ്ടുപോകുന്ന കുറെ ആളുകൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇത് നമ്മുടെ മറ്റേ പഴങ്കഞ്ഞി പോലെ. അപ്പൊ അവരെ മനസ്സിന്ന് വരുന്നോ ഈ ചിന്തല്ലേ, ഈ ചിന്ത? ഇത് എഴുതിയവരുടെ മനസ്സിന്ന് വരുന്ന ചിന്തയുടെ പ്രശ്നം. അവരപ്പോഴും ഈ ജാതി മതം അവരെപ്പോഴും തലയ്ക്കകത്ത് ഈ ജാതി മതം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മളെ ലാലേട്ടൻ ആ പോസ്റ്റ് വന്നില്ലേ, ഏത് ട്രോള്. ഇന്ന് മമ്മൂട്ടി പറഞ്ഞ പ്രസ്താവനയും ആ പ്രസ്താവന പറയാൻ തിരഞ്ഞെടുത്ത സ്ഥലവും എത്രത്തോളം തെറ്റായ ഒന്നായിരുന്നു. ഇങ്ങനെ വല്ലോ എവിടെയെങ്കിലും പറഞ്ഞത് മോഹൻലാൽ ആയിരുന്നെങ്കിലോ? ഇപ്പോൾ മച്ചാൻസ്, ICU തുടങ്ങിയ ഗ്രൂപ്പിലെല്ലാം മോഹൻലാൽ എന്ന നടനെതിരെ എത്രത്തോളം ആക്രമണം അഴിച്ചു വിട്ടേനെ. ഉള്ള നിരൂപകർ എല്ലാം ആ പേരിൽ എത്ര വീഡിയോ ചെയ്തേനെ. ഇപ്പോഴും ആ പറഞ്ഞ പ്രസ്താവന എത്ര തെറ്റെന്ന രീതിയിൽ ഒരു പോസ്റ്റും എങ്ങും ആരും ഇട്ട് കണ്ടിട്ടില്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ ഒരു സംഗമത്തിൽ പ്രസംഗിച്ചുകൊണ്ട് എന്തിന്റെ ഉദാഹരണമായാൽ പോലും പറയുകയാണ്, കോളേജ് ഗേറ്റ് മുതൽ ഞങ്ങൾ മാറി മാറി സിഗരറ്റ് വലിച്ച് ക്ലാസ് റൂം വരെ എത്തിയെന്ന്. കേരളത്തിലെ ഏറ്റവും മികച്ച കലാപ്രതിഭകൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ മാതാപിതാക്കളുടെയും മുൻപിൽ മമ്മൂട്ടി എന്ന നടനെ പറയാൻ കൊള്ളാവുന്ന വാക്കുകളാണോ ഇത്? ഓക്കെ, ഇങ്ങനെ കുറെ എന്താ പറയാ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്തു. ഇനി അതല്ല മോഹൻലാലിന് അങ്ങനെ ആണോന്ന് വെച്ചിട്ട് ഒരു ടീം. ഇനി എന്താ ചോദിച്ചാ ഇത് മോഹൻലാലിന്റെ അല്ലോ. അപ്പൊ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കോളേജ് കാലഘട്ടത്തിൽ 1970s നടന്ന സംഭവം അതുപോലെ പറഞ്ഞു. ഈ പറഞ്ഞ അദ്ദേഹം തന്നെ വലുതായി വെളിവ് വെച്ചപ്പോൾ ആ സ്വഭാവം നിർത്തി. ഇന്നിപ്പോ സിഗരറ്റ് എന്ന പദം യൂസ് ചെയ്തെന്ന് പറഞ്ഞ ഒരു വിഭാഗം ജന്മന വിവരമില്ലാത്ത ഫാൻസ് ബഹളം വെക്കുന്നു. ഇനി അവരുടെ ഇഷ്ടനടൻ പറയുന്നു നോക്കാം. കേരളത്തിൽ എല്ലാവരും സിഗരറ്റ് വലിക്കും, ഞാനും വലിക്കും. പാത്രം കൊട്ടിയാൽ കൊറോണ ചാകും. എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട് വന്ന് സിനിമ വിമർശിക്കാം. വേദിയിൽ നടിയുടെ ഡാൻസ് കണ്ട് വാണം വിടാം. ഇതുപോലെ പറഞ്ഞാൽ തീരാത്ത അത്രയും ഉണ്ട് നമ്മുടെ നേതാവിന്. ലാലിനോടായതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ താങ്കൾ പുക വലിക്കാറില്ല, അതുപോലെ മദ്യം കഴിച്ചാലേ ഉറങ്ങൂ എന്നുള്ളൊരു നില താങ്കൾക്കില്ല. എങ്കിലും ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ കുറച്ച് താങ്കൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? തീർച്ചയായിട്ടും ഇതൊരു ദുശീലമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ശീലം എന്ന് പറയുന്ന ആണ് കുറച്ചുകൂടെ നല്ലത്. ഇതൊരു ദുശീലമായിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യാറില്ല. അപ്പൊ ഇതിലെല്ലാം നമ്മൾ കാര്യം അറിയാം, നമ്മൾ സിനിമയില് അല്ലെങ്കിൽ ഓരോന്നായിട്ട് പൊക്കി കുത്തി പൊക്കി ഇനി മോഹൻലാലും മമ്മൂട്ടി ടീംസ് തമ്മിൽ അടി തുടങ്ങും. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്താകെ വന്ന കുട്ടികൾ ഇപ്പോ ഇത് കണ്ടതും കേട്ടതുമായിട്ടുള്ള കുട്ടികൾ മമ്മൂട്ടി വന്ന് നല്ല കാര്യങ്ങൾ കുറെ പറഞ്ഞു. അതിൽ സിഗരറ്റ് മാത്രം തപ്പിപ്പിടിച്ച് സിഗരറ്റ് മാത്രം നമുക്ക് സിഗരറ്റ് ഞാൻ സിഗരറ്റ് വലിച്ച് പോട്ടെ എന്ന് പറയുന്നവൻ പോട്ട് അല്ല എന്ന് പറയാനാ. ഇവിടെ ഒരു മമ്മൂട്ടി വന്ന് സിഗരറ്റിന്റെ കാര്യം പറയുന്നത് മാത്രമാണ് കുട്ടികൾ കാണുന്നത്. കടയിൽ പെട്ടിക്കടയിൽ ഡിസ്പ്ലേക്ക് വെച്ച് സിഗരറ്റ് വെച്ച് വിൽക്കുന്നില്ലേ? സർക്കാരിനെ കുറ്റം പറയുമോ? ഞാൻ പറയുമ്പോൾ സിഗരറ്റ് അടക്കം ബാൻ ചെയ്തതാണ്. എത്ര കടകളില് ഫുള്ള് സിഗരറ്റിന്റെ പരസ്യത്തിൽ എത്ര പേര് അഭിനയിക്കുന്നുണ്ട്, നടന്മാരും നടിമാരും. പാൻപരാഗിന്റെ പരസ്യം, അതേപോലെ കടയിലൊക്കെ ഡിസ്പ്ലേ നല്ല സൂപ്പർ ആയിട്ട് സിഗരറ്റിന് വെച്ചിട്ട്. പിന്നെ ഇത് എന്താ പറഞ്ഞത്, മറ്റേ സിനിമയെ കുറിച്ച് കാതൽ പുഴു ചെയ്ത ആൾക്കാർ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇന്ന സിനിമ ചെയ്തു വെച്ചിട്ട് എന്തെങ്കിലും പറയാൻ പാടില്ല? പ്രോഗ്രസീവ് ആയിട്ടുള്ള സിനിമകളും കാര്യങ്ങളും ചെയ്യുന്ന ആളുകള് ജാതി മതത്തിന്റെ ഇത് ഉള്ളിൽ വെച്ച് തേട്ടി പുറത്തു വരുന്നത്, അത് ആ പ്രോഗ്രസീവ്നെസ് സിനിമയിൽ മാത്രമേ ഉള്ളൂ, റിയൽ ലൈഫിൽ ഇല്ല. അതാണ് ഉദ്ദേശിച്ചത്. ഇതിൽ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അയാൾ PR എഴുതി കൊടുത്ത സാധനങ്ങളൊന്നും കൊണ്ടുവന്നൊന്നുമല്ല മമ്മൂട്ടി വായിച്ചത്. ഓക്കെ, മൂപ്പര് അവിടെ പറഞ്ഞു. മൂപ്പര് പണ്ട് കാലത്ത് ആ ഒരു കാര്യം ഒന്ന് റിലേറ്റ് ചെയ്തു. കുട്ടികളെ മുന്നിൽ സിഗരറ്റിനെ കുറിച്ച് പറയാ മമ്മൂട്ടിയെ പോലൊരു മഹാനടൻ വന്ന് സിഗരറ്റ് വലിക്കുന്നതിന്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനടൻ സിനിമയിലൊക്കെ ഈ സിഗരറ്റ് ഒഴിവാക്കണ്ടേ? പണ്ടത്തെ സിനിമകളൊക്കെ അല്ല, ഇപ്പത്തെ സിനിമ ഭീഷ്മപർവ്വത്തിലൊക്കെ മൂപ്പര് ഇങ്ങനെ വലിച്ചു വിടുമ്പോ ജാവോ എന്ന് പറയുമ്പോഴൊക്കെ അതൊക്കെ ഒഴിവാക്കി വിട്ടിട്ട് അപ്പൊ സിനിമയാണ് ഇത്, റിയൽ ലൈഫാണ്. റിയൽ ലൈഫിൽ സിഗരറ്റ് വലിക്കില്ല മോഹൻലാൽ അല്ല ഇതില് സിഗരറ്റ് വലിച്ചു എന്ന് പറയണം. അപ്പൊ ഇത് ആക്ച്വലി എന്താ അറിയോ, ഇത് അങ്ങനെ ഒരു എക്സാമ്പിളും അല്ല. അങ്ങനെ അതാണ് പറഞ്ഞു.
ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയ സാധനമാണ്. ഇതിലിപ്പോൾ ഈ സിഗരറ്റ് മാത്രം എടുത്ത് പിടിച്ച്, ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ മുന്നിൽ എത്രയോ വീട്ടിൽ കുട്ടികൾ അച്ഛൻ സിഗരറ്റ് വലിക്കുന്നത് കാണുന്നുണ്ടാവും. അതൊന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് സിഗരറ്റ് വലിക്കും അല്ലേ, ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. അതെ, അല്ല സിഗരറ്റ് അച്ഛൻ മുണ്ടും മാടി കുത്തി സിഗരറ്റ് വലിക്കുന്നത് കാണുന്ന എത്ര മക്കളുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ പൊതു ഇടങ്ങളിൽ എത്ര പേര് സിഗരറ്റ് ഇപ്പോഴും വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇൻസ്പിറേഷൻ ആവില്ല ആൾക്കാർ കാണുന്നത്. മമ്മൂട്ടി പറയുന്നതായിരിക്കും. മമ്മൂട്ടിക്ക് അത്ര ഇൻഫ്ലുവൻസർ ആയോ മമ്മൂട്ടി അല്ലേ? അല്ല ഇനിയിപ്പോ ആള് തന്നെ വെച്ചോ, ഇതിൽ മമ്മൂട്ടി സിഗരറ്റ് വലിക്കണം എന്നല്ലല്ലോ പറഞ്ഞു. അന്ത കാലഘട്ടത്തിൽ വലിച്ചു പോകുമ്പോ ഇങ്ങനെ പലരും ഷെയർ ചെയ്ത് പഫ് എടുത്ത് പോയി. ജാതി മതത്തിന്റെ കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അല്ല ഇതിനു മുമ്പ് പറഞ്ഞ കലാരൂപങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ഒത്തൊരുമേനെ കുറിച്ച് പറഞ്ഞതും കൊല്ലത്തിനെ കുറിച്ച് പറഞ്ഞൊന്നുമില്ല. മമ്മൂട്ടി സിഗരറ്റ് വലിക്കാൻ പറഞ്ഞു, മമ്മൂട്ടിന്റെ ഗേറ്റ് മുതല് എന്നിട്ട് പിന്നെ മോഹൻലാൽ അടുത്ത മോഹൻലാൽ എന്താ വലിക്കില്ലേ, മോഹൻലാലൊക്കെ ഇതിനിടയിൽ എവിടുന്ന് വന്നേ, മോഹൻലാലൊക്കെ ഇതിനിടയിൽ വലിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവരായി അവരുടെ പാട്ടായി. നിങ്ങളെ ഈ ട്രോൾ ഉണ്ടാക്കണ ഭയങ്കര ക്രിയേറ്റീവ് ട്രോളേഴ്സ് ആണ്. അല്ല ട്രോളൊക്കെ വരും, കാരണം ഇത് ചർച്ചയാവുന്നത് കൊണ്ടാണല്ലോ ട്രോള് വരുന്നത്. ഇപ്പൊ കരിപ്പെട്ടി ആണെങ്കിലും മുടിയാണെന്നുണ്ടെങ്കിലും പൊക്കം സ്റ്റാമ്പ് അതൊക്കെ പോട്ട് ആ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് എന്താ ചെയ്യാ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് അല്ലെങ്കിൽ ഒരാളെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള സാധനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവരാന്നല്ല, അത് അങ്ങനെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങനെ പോസീവ് ചെയ്യുന്ന സാധനം ഇത് എന്തെങ്കിലും ഒരു ബോഡി ഷെയിം കാര്യം പറഞ്ഞു. എനിക്കിപ്പോഴും ഈ സിഗരറ്റിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞതിൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ അല്ല പൊളിറ്റിക്കലി കറക്റ്റ് ആവണം, അല്ല അതൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കും വേണം. പക്ഷെ നമ്മളൊക്കെ അബദ്ധത്തിലൊക്കെ എന്തൊക്കെ പറയാറുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ഓഡിറ്റ് ചെയ്യണം, സെൽഫ് ഓഡിറ്റ് ചെയ്തിട്ട് കുറച്ചൊക്കെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അതെ, പറയുമ്പോ ഫ്ലോയില് ഇപ്പൊ ആ സ്റ്റേജിൽ നിൽക്കുമ്പോ ഇപ്പൊ നമ്മളാണെങ്കിൽ ആ സ്റ്റേജിൽ നിൽക്കുമ്പോ നമുക്കൊരു പേടി ഉണ്ടാവില്ല. ആ പറയുന്ന സമയത്ത് എന്താ കിട്ടുന്ന തലയിൽ ആ സമയത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണോ മറ്റേതാണോ നോക്കിയിട്ടാണോ പറയാ. ഈ സിഗരറ്റിന്റെ കേസൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണോ? അല്ലല്ലോ, എനിക്ക് തോന്നുന്നില്ല. സിഗരറ്റ് വലിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അയാൾ അന്ന് ചെയ്തൊരു കാര്യം പറഞ്ഞിട്ട് പോയി. ഓക്കെ, അത് അദ്ദേഹം കൊണ്ടുവരാൻ നോക്കിയത് ഇങ്ങനെ ആയിരുന്നു. അത് അവസാനം മൊത്തത്തിൽ എന്തായി, ഏറെ പിടിച്ച് പോയി. പിന്നെ അതിനിടയിൽ ജാതി മതവും പറഞ്ഞു വേറെയും കുറെ ആളുകൾ. ഇനി എൻഡ് ഓഫ് ദ ഡേ ഇനി ഗ്രൂപ്പുകളിലൊക്കെ നാളെ അടിയാണ്. നാളെ ലാലേട്ടൻ മമ്മൂക്ക ഫാൻസ് പക്ഷെ അത് രസമാണ്. മമ്മൂട്ടി മോഹൻലാലുമാണ് ഇപ്പോഴും സ്റ്റാർ എന്നുള്ളതിന് തെളിവാണ് എന്തായാലും. വേറെ ആൾക്കാർ പറഞ്ഞ ഇമാതിരി അടിയൊന്നും ഉണ്ടാവില്ലല്ലോ ഓപ്പോസിറ്റുള്ള ആൾക്കാരായിട്ട്. മമ്മൂട്ടി പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടി, മോഹൻലാൽ പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടി തന്നെ. അപ്പൊ വേറെ ആരെന്ത് പറഞ്ഞാലും ആർക്കും ഒരു മൈൻഡും ഇല്ല. ഇവർ രണ്ടാളും വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് എന്താ ഇച്ചാക്കി പോയി കിടന്നുറങ്ങിക്കോ, കുഴപ്പമില്ല, ഗുഡ് നൈറ്റ് സിഡ്നീസ് എന്നൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്ത് നല്ല സുഖമായിട്ട് നടക്കുന്ന ടീമാവും. പക്ഷെ ട്രോളൊക്കെ നല്ല അടിപൊളിയാണ്, നിങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക, നല്ല രസമാണ് കാണാല്ലേ. ഞാൻ എന്തായാലും കുറെ ചിരിച്ചു. പക്ഷെ എനിക്ക് വേറെ കാര്യം പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? ഞാനൊരു കാര്യം എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആസ് എ പേഴ്സൺ എനിക്കിപ്പോ മമ്മൂട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മമ്മൂട്ടി വിരോധി ഒന്നല്ല, പക്ഷെ ഞാൻ മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ മമ്മൂട്ടിന്റെ സിനിമ കാണാറും കുറവാണ്. അങ്ങനെ ഞാൻ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ എനിക്കിപ്പോ പേഴ്സണലായിട്ട് എനിക്ക് തോന്നുമ്പോ മമ്മൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒന്നും കൂടി എനിക്ക് രസം തോന്നി, ഇഷ്ടം തോന്നുന്നുണ്ട്. എന്ത് സാധനം ഫാനാണ്, എന്താ എന്താ കുഴപ്പം? നന്നായല്ലോ. അല്ല എനിക്ക് ഇഷ്ടമാണ്, പേഴ്സണലി എനിക്ക് ഇഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അതാണ്, അത് അയാളുടെ ക്യാരക്ടറാണ്, മമ്മൂക്കയുടെ ക്യാരക്ടർ. ഓക്കെ ബൈ.